എല്ലാവർക്കും വേഗമരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവും അതിനും അറിയിക്കുകയാണ്. ഞാൻ വളരെ വേഗത്തിൽ തന്നെ ചെറിയൊരു ചിന്തയിലേക്ക് കടക്കുവാൻ വേണ്ടി ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നാം കഴിഞ്ഞ ചില നാളുകളായി ചിന്തിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനത്തിലേക്ക് നാം വീണ്ടും മടങ്ങി വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, വളരെ ദൈവാശ്രയത്തോടുകൂടെ അന്ത്യ പകൽക്കാലമായിരിക്കണമെന്ന് ഒന്നുകൂടെ ഞാൻ സദയം നിങ്ങളോട് അറിയിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ഒരു ബേർഡൻ ഇതാണ്: നാം ആരും നശിച്ചു പോകാതെ നിത്യജീവൻ അവകാശമാക്കണം. ആ ഒരു ബേർഡൻ എനിക്ക് ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ആരും നഷ്ടമായി പോകരുത്. കർത്താവിൻ്റെ എടുക്കപ്പെടൽ നടക്കുമ്പം, കർത്താവ് മടങ്ങി വരുമ്പം നല്ല നമ്മുടെ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ആരും നഷ്ടമായി പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അതിനുവേണ്ടി സഭയും ഞാനും ഉൾപ്പെടെ ഒരുങ്ങണമെന്നുള്ളൊരാഗ്രഹമാണ്, ഒരു ബേർഡനാണ് കർത്താവ് ഈ ദിവസങ്ങൾ എൻ്റെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമ്മൾ കർത്താവിന് സന്നിധിയിലായിരിക്കണം. കർത്താവ് നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നാണ് വിളിച്ചറിയിക്കുന്നത്. സോ വി മസ്റ്റ് പ്രിപ്പയർ അവർ സെൽസ് എവറി ഡേ ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മൾ ആരും നഷ്ടമായി പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടമായി പോകരുത്. കർത്താവേ, കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന ഉടനെ ഞങ്ങൾ ഈ ചർച്ചിൽ ആരും കർത്താവേ, ഞങ്ങൾ ആരും നഷ്ടമായി പോകാതെ ഏവരും നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങൾ ഒരുക്കണം എന്നുള്ള പ്രാർത്ഥന, ആ ഒരു ബേർഡൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് വി മസ്റ്റ് ഹാവ് ബേർഡൻ ഫോർ അവർ ഫ്രണ്ട്സ് ആസ് വെൽ. നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്കൊരു ബേർഡൻ ഉണ്ടാകണം. കർത്താവേ, ഞാനായിരിക്കുന്ന പട്ടണത്തിൽ, ഞാനായിരിക്കുന്ന ഭവനത്തിൽ, ഞാനായിരിക്കുന്ന കോളേജുകളിൽ കർത്താവേ എൻ്റെ ഫ്രണ്ട്സ് ആരും നഷ്ടമായി പോകരുത്. കർത്താവ്, ഞാൻ നിത്യജീവനെ അവകാശമാക്കുമ്പോൾ അവരും എന്നോട് കൂടെ ചേർന്ന് കർത്താവേ അങ്ങേ സ്തുതിക്കത്തക്ക രീതിയിൽ ഈ ദിവസങ്ങളിൽ അവസരം ഒരുക്കണമെന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ വളരെ ആഴമായി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നലെ നമ്മൾ സന്ധ്യയിൽ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരാളെയെങ്കിലും ഞാൻ നേടുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ സഹായിക്കണം. കർത്താവ് അങ്ങയുടെ കയ്യിലെ ഇണങ്ങിയ ആയുധമായി എന്നെ ഉപയോഗിക്കണം. കർത്താവേ, എനിക്ക് ഒരാളെയെങ്കിലും ഇമ്പാക്റ്റ് ചെയ്ത് കർത്താവിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ ഉപയോഗിക്കണം എന്നുള്ള പ്രാർത്ഥന വളരെ ആഴത്തിൽ നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ ആർക്കും എക്സ്ക്യൂസസ് ഇല്ല. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നിത്യജീവൻ അവകാശമാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെയും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കണമെന്നുള്ള കാര്യം നമ്മുടെ മേൽ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട്, പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൗത്യമല്ല, വിളിച്ചു വേർതിരിക്കപ്പെട്ട യേശുവിനെ രക്ഷിതാൻ കർത്താവിനെ അംഗീകരിച്ച് ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മേലും ഉള്ള ഒരു വലിയ ദൗത്യമാണ് സുവിശേഷീകരണം എന്നുള്ള കാര്യം മറന്നു പോകാതെ, നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത്, നമുക്ക് നൽകിയിരിക്കുന്ന ചുരുക്കം സമയത്ത് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ കർത്താവേ, അടുത്ത ദിനങ്ങളിൽ എനിക്ക് കർത്താവേ എൻ്റെ ഒരു സുഹൃത്തിനെ കർത്താവെ നേടുവാൻ തക്കവണ്ണം കർത്താവേ എന്നോട് കൂടെ ചേർന്ന് കർത്താവ്, നിങ്ങളുടെ സൈഡിലൊക്കെ ഒത്തിരി ചെയർസൊക്കെ വേക്കൻ്റ് ആയിരിക്കുന്നത്, ചെയർ നിറയ്ക്കുവാൻ വേണ്ടിയല്ല, ദൈവരാജ്യത്തിലേക്ക് പുതിയ ആളുകളെ ചേർക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ആ ഒരു ബേർഡൻ നിങ്ങൾ നിറയപ്പെടുവാൻ വേണ്ടിയാണ് ഞാനും പ്രാർത്ഥിക്കും. ഞാനും ആ ബേർഡൻ ഒന്നുകൂടെ നിറയപ്പെടുവാൻ വേണ്ടി ഞാനും എന്നെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ നമ്മുടെ സെൽഫ് കൊണ്ടോ ഇതൊന്നും പറ്റുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയിലും ഭൂമിയിലെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നുള്ള വാഗ്ദത്ത വചനത്തിൻ്റെ മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ യേശുവിൻ്റെ രക്ഷിതാവ് കർത്താവെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ നിറവിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. കർത്താവേ, ആ നിറവിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവെ എന്നെ അങ്ങ് നയിക്കണം. കർത്താവേ, ഹല്ലേലൂയ. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാനുള്ള ധൈര്യം കർത്താവ് എൻ്റെ ഉള്ളിൽ നിറയ്ക്കണം എന്നുള്ള പ്രാർത്ഥന ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ it's not just about speaking in tongues. Hallelujah. It's about doing works for him. Hallelujah. It's about producing fruit for his sake. Hallelujah. ദൈവനാമത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന നല്ല ഉത്തമ വിശ്വാസികളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ ബേർഡൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടമായി പോകരുത്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നഷ്ടമായി പോകരുത് കർത്താവ് എന്നുള്ള പ്രാർത്ഥന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ആശംസിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളിൽ ചിന്തിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ മടങ്ങി വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 24-ന്റെ 3-4 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാൽ വളരെ നല്ലതായിരുന്നു. സങ്കീർത്തനം 24-ന്റെ 3-4 വാക്യങ്ങൾ. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ വായിക്കാവോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ ചിന്തിച്ചൊരു കാര്യം ഇതായിരുന്നു: യഹോവയുടെ പർവ്വതത്തിൽ ആർ പാർക്കും. ദാവീദ് ഇങ്ങനെ ചോദിക്കുകയാണ്, ആർക്കാണ് അവൻ്റെ സന്നിധിയിലേക്ക് വരുവാനുള്ള യോഗ്യത? 3 ക്വാളിറ്റീസാണ് അവിടെ കാണുന്നത്. ഒന്ന്,
വെടിപ്പുള്ള കയ്യ്. നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുവാൻ തക്ക കൂടിയായി തീർന്നു. എന്താണ്? നമ്മുടെ പ്രവർത്തികൾ വിശുദ്ധിയുള്ളതായിരിക്കണം. 2, നിർമ്മല ഹൃദയം. നമ്മുടെ ഹൃദയവും എപ്പോഴും കർത്താവുമായിട്ട് അലൈൻഡ് ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ചിന്തിക്കാൻ തക്ക കൂടിയായി തീർന്നു. 3-ാമത്തെ ക്വാളിറ്റി എന്താണ് പറയുന്നത്? വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. If this is the requirement for us to be in his presence, we are worthless. നാം സന്നിധിയിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ നമുക്ക് യാതൊരു യോഗ്യതകളും ഇല്ല. ആർക്കെങ്കിലും പറയാൻ പറ്റും, എനിക്ക് നിർമ്മല ഹൃദയത്തോടെയാണ് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച വേണ്ട, ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് പകൽക്കാലം വരെ, ഇന്നലെ വൈകിട്ട് 7 മണി തൊട്ട് ഇന്ന് രാവിലെ 7 മണി വരെ എൻ്റെ ഹൃദയം നിർമ്മലമായിരുന്നെന്ന് പറയാൻ പറ്റുമോ? വിത്തൗട്ട് ബ്ലെമിഷ് ആയിരുന്നെന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. If this is the quality, we are worthless to receive, we are worthless to enter his grace. പക്ഷെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീരത്തക്കളുടെ ആയത്. കർത്താവിലൂടെ ഈ 3 ക്വാളിറ്റീസും അവൻ നമുക്കും കൂടെ നൽകുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ്. വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നത്. മിസ്ഡിറക്റ്റഡ് ഡിവോഷനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. മിസ്ഡിറക്റ്റഡ് ഡിവോഷൻ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നുണ്ട്, നമ്മൾ ശരിക്കും കർത്താവിനെ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഞാൻ സന്നിധി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ചർച്ചിലെ ഈ 4 ചുവരുകൾ മാത്രമല്ല പറയുന്നത്. 24/7 we are under his scope. ആൻഡ് നമ്മുടെ ഡിവോഷൻ എന്തിലാണ് വെച്ചിരിക്കുന്നത്? പലപ്പോഴും we are tempted to put our trust on things of this world. ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അലീജിയൻസ് ആൻഡ് നമ്മുടെ അലയൻസ് മാറ്റുവാൻ നാം ടെംപ്റ്റഡ് ആകുമ്പോൾ നാം എവിടെയാണ് ആശ്രയിക്കുന്നത്? മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കാണുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തിൽ 2 തരം പണികളെ പറ്റി പറയുന്നുണ്ട്. ഒന്നെന്താണ്? ആഴെക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യൻ. 2, മണലിന്മേൽ വീട് പണിത മനുഷ്യനെ പറ്റി. If our devotion is misdirected, we are building our faith and we are building our life upon the sand that will wash away easily. മനസ്സിലാവുന്നുണ്ടോ? നാം കർത്താവിനെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നാം കർത്താവിനെ ആരാധിക്കുവാനും സേവിക്കുവാനും അവൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. If our devotion is not focused on him, we are building our faith on something else. നാം നമ്മെ തന്നെ ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണ്. കർത്താവേ, ഞാൻ അങ്ങയുടെ പർവ്വതത്തിലേക്ക് കയറി വരുവാൻ, കർത്താവേ, ആ മടങ്ങി വരവിൽ ഞാൻ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അലീജിയൻസ്, എൻ്റെ ഡിവോഷൻ എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ? ഇവിടെ കാണുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, ലിഫ്റ്റ് അപ്പ് ഹിസ് സോൾ എന്നാണ് അവിടെ കാണുന്നത്. ഇതിൻ്റെ റിയൽ മീനിങ്ങിലേക്ക് നാം ചിന്തിക്കുന്ന ഉടനെ ടു സെറ്റ് യുവർ ലൈഫ്, യുവർ ഇന്നർ ബീയിങ്, യുവർ ഡിസയർ ഓൺ സംതിങ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ഇച്ഛകൾ എന്തിലോ വച്ചിരിക്കുന്നത് പോലെ ആണ്. രക്ഷിതാൻ കർത്താവിനെ അംഗീകരിച്ചു. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി. എന്താണ്? എൻ്റെ ദൈവം സ്വർഗസിംഹാസനം. അതിൻ്റെ 2ാമത്തെ സ്റ്റാൻസ് എങ്ങനെയായിരുന്നു? ആദ്യത്തെ സ്റ്റാൻസ് എങ്ങനെയായിരുന്നു? അപ്പനും അമ്മയും വീടും ധനങ്ങളും കർത്താവ് അത്രേ. അതിൻ്റെ താഴെ എന്താണ് പറയുന്നത്? പൈതൽ പ്രായം മുതൽ പോറ്റിപ്പുരത്തിയ ദൈവം മതി. ശരിക്കും യേശുവിനെ രക്ഷിതാവിനെ കർത്താവിനെ അംഗീകരിച്ച സമയം തൊട്ട് ഞാൻ ചോദിക്കുക, നമ്മുടെ ലൈഫിൽ ഈ ഡിവോഷൻ നമുക്ക് ശരിക്കും പാടാനുള്ള ഗട്ട്സ് ഉണ്ടോ? കർത്താവ് മാത്രം എൻ്റെ ദൈവമായിരുന്നു, എന്നെ പോറ്റിപ്പുലർത്തത് കർത്താവ് മാത്രമാണെന്ന് പറയത്തക്ക രീതിയിൽ ഞാൻ അവനിൽ yes, his grace is there, but are we putting our trust on him? ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ദൈവം മതി എന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ അലീജിയൻസ് അവനോട് മാത്രമായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമത്തിൽ എക്സഡസ് ഒക്കെ വായിക്കുന്നതിനെ പറയുന്നുണ്ട്, യു ഷാൽ ഹാവ് നോ അതർ ഗോഡ്സ് ബിഫോർ മീ. ഞാനല്ലാതെ അന്യദൈവങ്ങളൊന്നും നിനക്കുണ്ടാകരുത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെക്കാൾ എന്തിനെ നാം സ്നേഹിക്കുന്നുവോ അവയെല്ലാം വിഗ്രഹത്തിന് തുല്യമാണ്. ഇന്ന് പകലിൽ
നാം അക്സെപ്റ്റൻസിന് വേണ്ടി റിലേഷൻഷിപ്സിൻ്റെ പുറകെ പോയിട്ടുണ്ടോ? നാം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ജോയ്ക്ക് വേണ്ടി എൻ്റർടൈൻമെൻറ്റിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടോ? നാം ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളിൽ, വേണ്ട 5 ദിവസം കൂട്ടാം, സൺഡേ പോട്ടെ, മൺഡേ ടു ഫ്രൈഡേ ഉള്ള ജീവിതത്തിൽ ലോകവുമായി അലീജിയൻസ് പറഞ്ഞിട്ട്, ലോകവുമായിട്ട് രമ്യതപ്പെട്ട് ജീവിച്ചിട്ട്, സൺഡേ വന്നിട്ട് ഹൗ ഡെയർ യു സേ ദാറ്റ് ഐ വാണ്ട് ടു എൻ്റർ ഹിസ് കിങ്ഡം. ദൈവത്തിൻ്റെ സന്നിധി ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത്. ഐ ആം ആഡിങ് മൈസെൽഫ് ആസ് വെൽ. എൻ്റെ 5 ദിവസത്തെ ജീവിതത്തിൽ, എൻ്റെ 6 ദിവസത്തെ ജീവിതത്തിൽ, എൻ്റെ 7 ദിവസത്തെ ജീവിതത്തിൽ ഞാൻ എപ്പോഴെങ്കിലും ലോകവുമായിട്ട് രമ്യതപ്പെട്ടു പോയിട്ട് സൺഡേ വന്നു നിന്നിട്ട് ഹീസ് മൈ ലോഡ് എന്ന് പറഞ്ഞാൽ യു ആർ എ ഹിപ്പോക്രറ്റ്. ഐ ആം എ ഹിപ്പോക്രറ്റ്. ദൈവം നോക്കുന്ന ഉടനെ നമ്മൾ എങ്ങനെയാണ് ആയിരിക്കുന്നത്? ഞാൻ സഭയെ വരുന്ന കുറ്റം പറയാൻ വേണ്ടിയല്ല, ബട്ട് ഐ ഹാവ് ദിസ് ബർഡൻ ഇൻ മൈ ഹാർട്ട്. ആരും നഷ്ടമായി പോകരുത്. കപടഭക്തി നമ്മുടെ ഉള്ളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കും. കർത്താവേ, എൻ്റെ ഉള്ളം കർത്താവേ, എൻ്റെ ഡിവോഷൻ അങ്ങിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം കർത്താവേ. ഹല്ലേലൂയ. Israel, they had many idols around them, so they were tempted by them to cast their allegiance on them. നമുക്കിപ്പോൾ ഐഡൽസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, but we have every resources for us to go to this world. ഈ ലോകത്തോട് ചേർന്ന് പോകുവാൻ തക്കവണ്ണം ഉള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ മുമ്പിലുണ്ട്. ദൈവമില്ലെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാം. ഭൗതികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എത്തിയിസ്റ്റിക് മെന്റാലിറ്റിയിലേക്ക് പോകാം. സഭയിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഇരിക്കുന്ന വിശ്വാസികളും സഭയിലുണ്ട്. Your devotion is not with God. നമ്മുടെ അലീജിയൻസ് ദൈവത്തിലല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒന്നുകൂടെ ആഹ്വാനം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളെ നിങ്ങളോടും പറയുകയാണ്, you will get great degrees in this world. You can attain anything in this world, but if your life is not focused on the word of God, you are nothing in this world. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? You can own anything, you can bring up everything of this world, but if our foundation is not on his word, നമ്മുടെ ഡിവോഷൻ മാറിപ്പോയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലേക്ക് നാം ഒന്നുകൂടെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ ഡിവോഷൻ ചില വ്യക്തികളിലായി പോയിട്ടുണ്ടോ? ചില 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 ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിലായി പോയിട്ടുണ്ടോ? ഈ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ we must come back to his presence. ജീവനും ചൈതന്യവുമുള്ള ഇരുവായ്ത്തുള്ളിയുള്ള 7 വാളിനെക്കാട്ടിലും മൂർച്ചയേറിയ ഈ വചനത്തിന്റെ മുമ്പാകെ നമ്മുടെ ഡിവോഷൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ we must come back to his presence. Hallelujah. We are bearing a big mask around us. ദൈവസന്നിധി വരുമ്പം ഈ മാസ്ക് ഒക്കെ മാറ്റി വെക്കണം. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മുടെ ഹൃദയ നിരൂപണങ്ങളാൽ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരുന്നിട്ട് ഈ ഫേക്ക് മാസ്ക് കാണിക്കരുത്. I'm just pleading before you. കർത്താവിൻ്റെ സന്നിധിയിൽ ഉള്ളതുപോലെ വാ. ബ്രോക്കൺനെസ് ആണോ? just bring it to his presence. കർത്താവിൽ നിന്ന് അകന്നു പോയോ? just bring it to his presence and submit. കർത്താവേ, വീണുപോയി, എന്നോട് ക്ഷമിക്കണം കർത്താവേ, എന്നെ അങ്ങ് ശുദ്ധീകരിക്കണം കർത്താവേ. കർത്താവിൻ്റെ സ്നേഹം, ആ ആശ്ലേഷണത്താൽ നമ്മളെ ഹഗ് ചെയ്യുമ്പോൾ we can come back to his presence. Hallelujah. In the kingdom of God, our soul belongs to God. നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവ് ആരായിരിക്കണം? യേശുക്രിസ്തു മാത്രമായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം, പണ്ട് നമുക്കൊരു ട്രാക്റ്റ് ഉണ്ട് നാട്ടിൽ, തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ട്രാക്റ്റ് ഉണ്ട്. ആ ട്രാക്റ്റിനകത്ത് നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കാം. ആദ്യത്തെ പേജിനകത്ത് എല്ലാം ഉണ്ട്. ലോകത്തിൻ്റെ പട്ടിയും പൂച്ചയും പന്നിയും പാമ്പും എല്ലാ കാര്യങ്ങളും ഉള്ളൊരു ഹൃദയം. യേശുവിൻ്റെ സ്നേഹം വന്നു കഴിയുമ്പോഴത്തേക്കിന് ക്ലീനായിട്ട് അവിടെ ദൈവം വസിക്കുന്നതിനെ പറ്റി ഉള്ളൊരു വളരെ ഹിറ്റായിട്ടുള്ളൊരു ട്രാക്റ്റായിരുന്നു അത്. നമ്മൾ യേശുവിനെ ഇഷ്ടം കർത്താവിനെ അംഗീകരിച്ചു. നമ്മുടെ ഉള്ളിൽ
ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ നമ്മെ ഹോൾഡ് ചെയ്യുന്നത്? യേശു ഉണ്ടോ? ഉണ്ട്. സൺഡേ വന്നു കഴിഞ്ഞാൽ എന്നെപ്പോലെ വിശുദ്ധൻ വേറെ ആരുമില്ല. പക്ഷെങ്കിൽ ഹൃദയം അൺഡിവൈഡഡ് ലവ്, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തരിക എന്ന് പറയുമ്പം there was no corruption in his love. യേശുവിൻ്റെ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ അഗപ്പെ ലവ് എന്നാണ് പറയുന്നത്. ഒന്നും റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാതെ അവൻ നമ്മെ സ്നേഹിച്ചു. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ഈ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവായി മാറുകയാണ്. ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്സ് ഉണ്ടോ? ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ഞാൻ കോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. നിങ്ങളൊക്കെ പരിജ്ഞാനമുള്ള വിശ്വാസികളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത ചിന്തകൾ, പ്രവർത്തികൾ, കാഴ്ചകൾ, ബാക്കിയൊക്കെ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇത് വന്നു പോയിട്ടുണ്ടെങ്കിൽ we are an enemy of God. ദൈവത്തിൻ്റെ ശത്രുവായി നാം മാറിപ്പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തോട് നാം രമ്യതപ്പെട്ടു പോകുന്നത്? നമ്മുടെ ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി, അല്ലേ? ഒരു സ്ട്രെസ് ഉണ്ടായി, വർക്ക് പ്ലേസിൽ ഒരു സ്ട്രെസ് ഉണ്ടായി, പോയിട്ട് യൂട്യൂബ് എടുത്തിട്ട് നമുക്ക് കാണാം. പക്ഷെങ്കിൽ as we scroll through one after the other, our thirst grow much. ഈ ദാഹം തീരുകയല്ല, ഈ വാനിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോകുന്ന ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്തത് അത് റിലേറ്റഡ് ആയിട്ട് അടുത്ത താഴെ തന്നെ ഉണ്ട്. പിന്നെ ചിരിക്കാനുള്ളത് വരുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കരയാനുള്ളൊരു, അപ്പം നമ്മുടെ മൂഡ് ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ നാം ഇങ്ങനെ കടന്നു പോവുകയാണ്. സോ നമ്മെ പിടിച്ചിരുത്തുകയാണ് അതിലേക്ക്. യോഹന്നാൻ സുവിശേഷത്തിൽ ഒരു വാക്യം ഇങ്ങനെ യേശു പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും ദാഹിക്കും. ഹല്ലേലൂയ. നാം നമ്മുടെ thirst എന്തുകൊണ്ടാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ദൈവസന്നിധിയിലേക്ക് നാം മടങ്ങി വരണം. വേദനയുണ്ടായി, പ്രയാസമുണ്ടായി, ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് വീഴുക. കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം കർത്താവേ, എനിക്ക് പ്രയാസമുണ്ട് കർത്താവേ, എന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യണം കർത്താവേ. Only God can satisfy the soul. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ. That shows the integrity of your mouth. Integrity of your mouth. നമ്മൾ പറയും കള്ളം പറയാതിരുന്നാൽ സ്വർഗത്തിൽ പല ചെറിയ കള്ളങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ചില ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവസത്യം, വലിയ കള്ളം പറഞ്ഞിട്ട് പറയും ദൈവസത്യം ഞാൻ പറയുക എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ വാക്ക് പറയുമ്പോൾ, കള്ളം പറഞ്ഞിട്ട് ഇതിനകത്ത് ഈ ദൈവസത്യം പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കൂട്ടുപിടിക്കുകയാണ് നിങ്ങളുടെ കള്ളത്തിന് വാലിഡിറ്റി പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആരോൺ എനിക്ക് സാക്ഷിയായിരുന്നു എന്ന് പറയത്തക്ക രീതിയിലാണ്. ആരോൺ അവിടെ കാണത്തില്ല. ആരോൺ ഈ സംസാരം ഉണ്ടായപ്പോൾ ആരോൺ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയത്തക്ക രീതിയിലാണ് ഞാൻ പറയുന്നത് ദൈവസത്യം ഇത് സംഭവിച്ചതാണ്. ഇത് തന്നെയാണ് വ്യാജം പറയുക അല്ലെങ്കിൽ കള്ളസത്യം ചെയ്യുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദിസ് ഈസ് ബ്ലാസ്ഫമി. ഇത് ദൈവദൂഷണമാണ്. നമ്മൾ പറയും ചെറിയ കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് പറയും. പക്ഷേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ ബ്ലാസ്ഫമിയാണ് ഈ കള്ളത്തിന് ഞാൻ ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. നമ്മുടെ കരങ്ങൾ ശുദ്ധിയുള്ളതായിരിക്കണം, നമ്മുടെ വാക്കുകൾ വിശുദ്ധിയുള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന വാക്കിനകത്ത്, അസത്യങ്ങളിനകത്ത് ദൈവത്തെ പിടിച്ചിടരുത്. It's on you and you alone. Don't bring God to your disobedience and don't bring God to your lies. ദൈവദൂഷണം പറയരുത്. ഹല്ലേലൂയ. ദൈവദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ പർവ്വതത്തിൽ നിൽക്കുവാൻ തക്കോണം കഴിയുകയില്ല. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്, God is not a man to lie. തീത്തോസിന്റെ അതിൽ പറഞ്ഞു, God who never lies has promised. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, Satan is the father of lies. എൻ്റെ കള്ളസത്യത്തിനകത്ത് ഞാൻ യേശുവിനെ പിടിച്ചിടുമ്പം ശരിക്കും യേശു അല്ല അവിടെ വരുന്നത്. You are calling allegiance to
Satan. കള്ളസത്യം ചെയ്യുമ്പം ഓർത്തോണം, ഭയമുണ്ടാകണം. ഞാൻ ദൈവത്തെ അല്ല പിടിച്ചിടുന്നത്, എൻ്റെ കള്ളത്തിന് ചേർത്ത് വെക്കുന്നത് പിശാചൻ്റെ കോമ്രേഡാണെന്ന് പറയുന്ന രീതിയിലാണ് പിടിച്ചു നിർത്തുന്നത്. കോമ്രേഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് കോമ്രേഡ് എന്ന് നമ്മുടെ നാട്ടിൽ SFI ഒക്കെ പറയുമ്പോൾ കോമ്രേഡ്സ് എന്നാണ് പറയുന്നത്, സഖാക്കൾ എന്ന് പറയുന്ന പോലെ. എൻ്റെ ആത്മസഖാവായിട്ടാണ് ഞാൻ ആരെ വിളിക്കുന്നത്? പിശാചിനെ വിളിച്ച് നിർത്തുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതൊക്കെ വളരെ സില്ലി കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയുകയില്ല. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. Why does it matter in the kingdom? Because ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. If you have allegiance with God, you will never say lies, because the Holy Spirit guards you from falling into lies. And still, if you are saying lies, you don't have allegiance with God. And ഞാൻ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഹൃദയം കർത്താവുമായിട്ട് സബ്മിറ്റഡ് ആകണം. നമ്മുടെ ഹൃദയം പൂർണ്ണമായി, മുമ്പത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിർമ്മല ഹൃദയത്തെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്കാണ് പറയുന്നത്, വ്യാജം അല്ലെങ്കിൽ കള്ളസത്യം ചെയ്യാതിരിക്കണം. ആൻഡ് ഓൾ ദീസ് തിങ്സ്, നിർമ്മല ഹൃദയം, കള്ളസത്യം ചെയ്യാതെ ഇരുന്നവൻ കൈവെടുപ്പുള്ളതായിരുന്നത് ആര് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ? യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു മാത്രം നമുക്ക് ഉത്തമ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഹി നെവർ ഗിവ് ഹിംസെൽഫ് ടു ഫോൾസ്ഹുഡ്. എന്നാൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്, പാപം ഒഴികെ സകലത്തിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പാപം ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും പാപത്തിന് അവനെ പിടിച്ചടക്കുവാൻ കഴിയാതിരുന്നത് പോലെ അവൻ പാപത്തിനു മേലായിരുന്നു. ഹല്ലേലൂയ. ഈ ജീവിതം നമ്മുടെ മുമ്പാകെ കാഴ്ചവെച്ചിട്ട് അവൻ സിയോൻ മലയിലേക്കല്ല കയറിപ്പോയത്, അവൻ കാൽവറി മലയിലേക്കാണ് കയറിപ്പോയത്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പാകെ നിർമ്മല ജീവിതം കാണിച്ച് തന്നിട്ട് അവൻ കാൽവറി ക്രൂശിന്മേൽ കയറുവാൻ തക്കോണോടിയായി തീർന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? നമുക്ക് വെടിപ്പുള്ള കൈ തരുവാൻ വേണ്ടി, നമുക്ക് നിർമ്മല ഹൃദയം നൽകുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം വ്യാജത്തിന് മനസ്സ് വെക്കാതിരിക്കുവാൻ വേണ്ടി, നാം കള്ളസത്യം ചെയ്യാതിരിക്കുവാൻ വേണ്ടി അവൻ കാൽവറിയിലേക്ക് കയറുവാൻ തക്കോണോടിയായി തീർന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് കാൽവറിയിലേക്ക് ഒന്ന് നോക്കുവാൻ പറ്റുമോ? കാൽവറി ക്രൂശിലെ ആ സ്നേഹത്തെ നിങ്ങൾക്കൊന്ന് ധ്യാനിക്കുവാൻ പറ്റുമോ? അവൻ അവിടെ കിടന്ന് കഷ്ടം അനുഭവിക്കുമ്പോൾ നാം അവൻ്റെ ഹൃദയത്തിൽ, തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്നു എന്ന് പറയത്തക്ക രീതിയിൽ, ഹല്ലേലൂയ, നമ്മെ സ്നേഹിക്കുവാൻ അവൻ്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിച്ച് തന്നപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു? ഈ ലോകത്തോട് അനുരൂപരായി തീരുവാൻ വേണ്ടി അല്ല, ലോകത്തോട് നോ പറഞ്ഞിട്ട് നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കോണം, വിശ്വസിക്കുന്നവർക്ക് ജീവരക്ഷ പ്രാപിക്കുവാൻ തക്കോണം അവൻ നമ്മെ സ്നേഹിക്കുവാൻ തക്കോണം, നമ്മെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവനും സ്നേഹിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകലില് ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാൻ പറ്റുമോ? വീണും എഴുന്നേറ്റും ആ മലയിലേക്ക്, ഗോൽഗോഥായിലേക്ക് കരയേറിപ്പോയ യേശുവിനെ ഒന്ന് ധ്യാനിക്കാൻ പറ്റുമോ? എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് അവൻ കാൽവറിയിൽ കയറുവാൻ തക്കോണോടിയായി തീർന്നു. നമ്മെ ആ പുത്രന്റെ രാജ്യത്തിൽ, ആ പിതാവിന്റെ രാജ്യത്തിലേക്ക് ആക്കുവാൻ തക്കവണ്ണം. We are waiting for that. We are waiting for that. കർത്താവിനെ മടങ്ങി വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. And you have to believe in the life, death and resurrection of Jesus Christ, and he is the only way to heaven. ഇന്ന് പകലില് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തുവിനെ രക്ഷിതാൻ കർത്താവിനെ അംഗീകരിക്കാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. Your life may be a mess. You may be going through different seasons of life. നിങ്ങൾ from one stage to another സ്റ്റേജിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു അനുഭവത്തിലായിരിക്കാം കടന്നു പോകുന്നത്. ഒരു കള്ളം പറഞ്ഞു അതിനെ താങ്ങുവാൻ വേണ്ടി അടുത്ത കള്ളം പറഞ്ഞ് കള്ളങ്ങളുടെ മേൽ ഒരു ചീട്ട് കൊട്ടാരം പോലെ നിങ്ങളുടെ ജീവിതത്തിലായി പോയിട്ടുണ്ടെങ്കിൽ just submit before him. ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? കർത്താവേ, this call is for the people who had accepted Christ as his personal savior as well. യേശുവിനെ രക്ഷിതാൻ കർത്താവിനെ അംഗീകരിച്ച് 10, 20, 30 വർഷം യേശുവിനെ മുമ്പാകെ ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്ന ജീവിതത്തിലും ഇങ്ങനെ ഒരു അനുഭവത്തിലാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ, കൈകൾ വെളുപ്പല്ലാതായി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, കള്ളി സത്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ,
നിർമ്മല ഹൃദയം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ ക്രൂശിനെ ഞാൻ വൃഥാവാക്കുവാൻ ഇടയാകരുത് കർത്താവേ. ഈ ചർച്ചിൽ വന്നിരുന്നിട്ട് കർത്താവിന്റെ കാഹളം ധ്വനിച്ചിട്ട് പോയില്ലെങ്കിൽ ഇതിൽ പരം നാണംകേട് വേറെയില്ല. കൈവിടപ്പെട്ട് പോകരുത്. ഹല്ലേലൂയ. Just submit before him. കർത്താവേ, അങ്ങ് മടങ്ങി വരുമ്പോൾ, അല്ല എൻ്റെ മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കർത്തൃകാഹള ദിനത്തിൽ എൻ്റെ പേരും വിളിക്കുവാൻ തക്കവണ്ണം കർത്താവേ, എൻ്റെ പേരും ആ ജീവപുസ്തകത്തിൽ എഴുതപ്പെടത്തക്ക രീതിയിൽ എൻ്റെ കൈകളെ ശുദ്ധീകരിക്കണം. ആ 4 ക്വാളിറ്റീസിലേക്ക് അതിനൊന്ന് മടക്കി വരുത്തണം കർത്താവ് എന്ന പ്രാർത്ഥനയായിരിക്കണം ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. സ്റ്റോപ്പ് പ്രിറ്റൻഡിങ്, ടേക്ക് ഓഫ് യുവർ ഫേക്ക് മാസ്ക് ആൻഡ് കം ടു ഹിസ് പ്രസൻസ്. കർത്താവെ, സമർപ്പിക്കുന്നു, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം കർത്താവേ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി എനിക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന ആ പുത്രനെ കർത്താവേ, ആ പുത്രന്റെ സ്നേഹത്തെ റിജക്റ്റ് ചെയ്യാതെ അങ്ങയുമായിട്ടുള്ള നിത്യവാസത്തിലേക്ക് ആയിത്തീരുവാൻ എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ?